നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെപ്പറ്റിയാണ്. ഖുർആൻ. അത് അവതരിക്കപ്പെട്ട അതേ രൂപത്തിലാണോ ഇന്നും നമ്മുടെ കയ്യിലുള്ളത്, അതോ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ശരി, നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. എന്താണ് സ്രോതസ്സുകൾ പറയുന്നതെന്ന്. മിക്കവാറും എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ഇതാണ്: ഖുർആൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതായത് മറ്റ് വേദഗ്രന്ഥങ്ങൾ പോലെ ഇതിലൊരു മാറ്റവും വരില്ല, കാരണം അത് സംരക്ഷിക്കുമെന്ന് ദൈവം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊരു തർക്കമില്ലാത്ത കാര്യമായാണ് പൊതുവെ കാണുന്നത്. പക്ഷേ ഇവിടെയാണ് കഥയൊന്നു മാറുന്നത്. ഈ ഒരു അടിസ്ഥാന വിശ്വാസത്തോട് പ്രവാചകന്റെ ഏറ്റവും അടുത്ത സഹചാരികൾക്ക് തന്നെ എതിരഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലോ? അതെ, നമ്മൾ കേൾക്കുന്നത് ശരിയാണ്. അവർക്ക് ഈ വിഷയത്തിൽ വേറെ ചിലത് പറയാനുണ്ടായിരുന്നു എന്നാണ് ചില പ്രധാനപ്പെട്ട രേഖകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സുന്നി പാരമ്പര്യത്തിലെ ഏറ്റവും ആധികാരികമായി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെയാണ്. പ്രവാചകന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നവർ, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തവർ, അവർക്കെന്താണ് ഇതിനെപ്പറ്റി പറയാനുണ്ടായിരുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നത്. സംസാരിക്കുന്നത് വെറും ഒരാളല്ല, രണ്ടാം ഖലീഫയായ ഉമർബുനു അൽ ഖത്താബാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യഭിചരിക്കുന്നവരെ എറിഞ്ഞു കൊല്ലുന്നതിനെക്കുറിച്ചുള്ള ഒരു വാക്യം, ഒരായത്ത് ഖുറാനിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വായിക്കുന്ന ഖുറാനിൽ അത് കാണാനില്ല. ഇത് വെറും കേട്ടുകേൾവിയല്ല, ഏറ്റവും ആധികാരികമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഇനി കേൾക്കാൻ പോകുന്ന സംഭവം ഒരുപക്ഷെ ഇതിലും വിചിത്രമായി തോന്നാം. പ്രവാചകന്റെ പ്രിയപത്നി ആയിഷ പറയുന്നതാണ്. എറിഞ്ഞുകൊല്ലലിനെയും പിന്നെ മുതിർന്നവർക്ക് മുലയൂട്ടുന്നതിനെക്കുറിച്ചുമുള്ള ഒരു ആയത്ത്. അത് ഒരു കടലാസിലാക്കി അവരുടെ കട്ടിലിനടിയിൽ വെച്ചിരുന്നു. പ്രവാചകൻ മരിച്ചുകഴിഞ്ഞുള്ള ബഹളത്തിനിടയ്ക്ക് ഒരു ആട് വന്ന് ആ കടലാസ് തിന്നുപോയി. അതെ, ഖുറാനിന്റെ ഒരു ഭാഗം ഒരു ആട് തിന്നുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, അല്ലേ? അപ്പോൾ ഇത് ഉമറിന്റെയും ആയിഷയുടെയും മാത്രം അഭിപ്രായമാണെന്ന് കരുതരുത്. വേറെയും ഒരുപാട് പേർക്ക് ഇതുതന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ, ഖുർആനിലെ 9-ാം അധ്യായത്തിന്റെ അത്രയും നീളമുള്ള ഒരു അധ്യായം മുഴുവനായി ആളുകൾ മറന്നുപോയി എന്ന് പറയപ്പെടുന്നു. അതുപോലെ മനുഷ്യന്റെ വയറ് മണ്ണുകൊണ്ടല്ലാതെ നിറയുക എന്നൊരായത്ത് നഷ്ടപ്പെട്ടു. പിന്നെ സൂറത്തുൽ അഹ്സാബ് എന്ന അധ്യായം, അത് യഥാർത്ഥത്തിൽ സൂറത്തുൽ ബഖറയുടെ അത്രയും വലുതായിരുന്നു അത്രേ. കൂട്ടത്തിലൊരാൾ പറയുന്നുണ്ട്, ഞാൻ ഖുർആൻ മുഴുവനായി പഠിച്ചു എന്നാരും വീമ്പ് പറയരുത്, കാരണം അതിൽ ഒരുപാട് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. ശരി, അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് സുന്നി സ്രോതസ്സുകൾ പറയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് നാണയത്തിന്റെ മറുവശം നോക്കാം. ഷിയ പാരമ്പര്യത്തിന് ഇക്കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വിശദീകരണമുണ്ട്. നഷ്ടപ്പെട്ടുപോയെന്ന് പറയുന്ന ആ യഥാർത്ഥ ഖുർആനിന് എന്തു സംഭവിച്ചു? നമുക്ക് നോക്കാം. ഷിയ വിശ്വാസപ്രകാരം കഥ ഇങ്ങനെയാണ് പോകുന്നത്. പ്രവാചകൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മരുമകനായ ഇമാം അലി പുറം ലോകവുമായി ബന്ധമില്ലാതെ 6 മാസം ഒരിടത്ത് കഴിഞ്ഞുകൂടി. എന്തിനാണെന്നോ? ഖുർആനിന്റെ സമ്പൂർണമായ ഒരു പതിപ്പ് തയ്യാറാക്കാൻ. വെറും ആയത്തുകൾ മാത്രമല്ല, അത് അവതരിച്ച ശരിയായ ക്രമത്തിൽ, ഓരോ ആയത്തിന്റെയും പൂർണ്ണമായ വ്യാഖ്യാനത്തോടെ. എന്നിട്ട് അദ്ദേഹം ഈ ഗ്രന്ഥം അന്നത്തെ ഭരണാധികാരികൾക്ക് കൊടുത്തു. പക്ഷേ അവർ അത് നിരസിച്ചു. അപ്പോൾ അലി ഒരു പ്രഖ്യാപനം നടത്തി: ഈ യഥാർത്ഥ ഖുർആൻ ഇനി ആരും കാണില്ല, ഇമാം മഹ്ദി വരുന്ന കാലം വരെ. അപ്പോ എത്ര വലുതായിരുന്നു ഈ ഖുർആൻ എന്നറിയോ? ഇന്നത്തെ ഖുർആനിൽ ഏതാണ്ട് 6200-ൽ പരം ആയത്തുകളാണുള്ളത്. എന്നാൽ ഇമാം അലി തയ്യാറാക്കിയ ആ ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഷിയ സ്രോതസ്സുകൾ പറയുന്നത്. അതെ, 17,000, അതായത് ഇന്നുള്ളതിന്റെ ഏകദേശം 3 ഇരട്ടി. അപ്പോൾ ഈ രണ്ട് ഖുർആനുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്ന്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഖുർആൻ സമാഹരിച്ചത് ഖലീഫ ഉസ്മാന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ്. എന്നാൽ മറ്റേത് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഇമാം അലി ഒറ്റയ്ക്കാണ് ചെയ്തത്. പിന്നെ ആയത്തുകളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന് ഏകദേശം 6236, മറ്റേത് 17,000. ഉള്ളടക്കത്തിലും വലിയ വ്യത്യാസമുണ്ട്. ഒന്നിൽ ആയത്തുകൾ മാത്രം, മറ്റേതിലാണെങ്കിൽ ആയത്തുകളും അതിന്റെ ശരിയായ ക്രമവും പ്രവാചകൻ തന്നെ പഠിപ്പിച്ച വിശദീകരണങ്ങളുമുണ്ട്. കഥ ഇവിടെയും തീരുന്നില്ല. വാമൊഴിയായി പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഖുർആനിന്റെ എഴുതപ്പെട്ട രൂപത്തിൽ തന്നെ ചില പൊരുത്തക്കേടുകൾ, ചരിത്രപരമായ തെറ്റുകൾ, എന്തിന് മുഴുവൻ അധ്യായങ്ങൾ തന്നെ നഷ്ടപ്പെട്ടുപോയി എന്നൊക്കെ വാദങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇത് വ്യക്തമാകും. ഖുർആനിലെ ചില കഥകൾ ബൈബിളിലെ കഥകളുമായി ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു നദിയിൽ വെച്ച് സൈന്യത്തെ പരീക്ഷിക്കുന്ന ഒരു കഥയുണ്ട്. ഖുർആൻ പറയുന്നത് അത് താലൂത്ത് അഥവാ ശൗൽ രാജാവാണെന്നാണ്. എന്നാൽ ബൈബിളിൽ ഇതേ കഥ പറയുന്നത് ഗിദെയോനെക്കുറിച്ചാണ്. അതുപോലെ മോശയുടെ കാലത്ത് ഫറോവയുടെ ഉപദേഷ്ടാവായിരുന്നു ഹാമാൻ എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ചരിത്രരേഖകളും ബൈബിളും അനുസരിച്ച് ഹാമാൻ പേർഷ്യയിലെ ഒരു രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു, അതും നൂറ്റാണ്ടുകൾക്ക് ശേഷം. യേശുവിന്റെ അമ്മയായ മറിയത്തെ ഹാറൂന്റെ സഹോദരി എന്ന് വിളിക്കുന്നതും ഇതുപോലെ ഒരു പൊരുത്തക്കേടായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇനി വരുന്നത് ഒരുപക്ഷെ ഈ വിഷയത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ വാദമാണ്.
അതായത് ഖുർആനിൽ നിന്ന് ചില ഭാഗങ്ങൾ മനഃപൂർവ്വം നീക്കം ചെയ്യപ്പെട്ടു. എങ്ങനെയുള്ള ഭാഗങ്ങളെന്നറിയാമോ? പ്രവാചകന് ശേഷം ആരാണ് മുസ്ലിങ്ങളെ നയിക്കേണ്ടത് എന്ന് വ്യക്തമായി പേരെടുത്തു പറയുന്ന സൂറത്തുകൾ, അധ്യായങ്ങൾ, അവയെല്ലാം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയെന്നാണ് ആരോപണം. ഇതൊരു ഉദാഹരണമാണ്. സൂറത്തു നൂറൈൻ അഥവാ 2 പ്രകാശങ്ങളുടെ അധ്യായമെന്നു പേരുള്ള നഷ്ടപ്പെട്ടുപോയി എന്ന് പറയപ്പെടുന്ന ഒരു സൂറത്തിലെ ഒരു വാക്യമാണിത്. ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അലി സാക്ഷികളിൽ ഒരാളാണ് എന്നും പ്രവാചകനോടൊപ്പം വിശ്വസിക്കേണ്ട രക്ഷാധികാരിയാണ് എന്നും. ഇങ്ങനെയുള്ള പരാമർശങ്ങളുള്ളതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതാണ് എന്നാണ് വാദം. ശരി, അപ്പോ ഖുറാനിന്റെ എഴുതപ്പെട്ട രൂപത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദൈവം ഖുറാനിനെ സംരക്ഷിക്കും എന്ന വാഗ്ദാനം ശരിയാകുന്നത്? അവിടെയാണ് ഈ വാദങ്ങളുടെ അടുത്ത ഘട്ടം വരുന്നത്. ഒരു പക്ഷേ ഖുറാൻ സംരക്ഷിക്കപ്പെട്ടത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലെങ്കിലോ? അതൊരു കോഡ് രൂപത്തിലാണെങ്കിലോ? ഈ കോഡ് എന്ന ആശയം മനസ്സിലാക്കാൻ 2 വാക്കുകൾ നമ്മൾ അറിയണം: ദാഹിർ, ബാത്വിൻ. ദാഹിർ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള അർത്ഥം, അതായത് ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ലളിതമായ അർത്ഥം. എന്നാൽ ബാത്വിൻ അങ്ങനെയല്ല, അത് ഉള്ളിലുള്ള മറഞ്ഞിരിക്കുന്ന അർത്ഥമാണ്, ഒരു രഹസ്യ സന്ദേശം പോലെ. ഈ രഹസ്യ അർത്ഥം മനസ്സിലാക്കാൻ ഇമാമുകൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഈ വിശ്വാസം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാൻ നമുക്ക് ഖുറാനിലെ ഒരു വാക്യമെടുക്കാം. എന്റെ രക്ഷിതാവ് നീചവൃത്തിയും തിന്മയും അതിക്രമവും മാത്രമാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. ഇതിന്റെ ദാഹിർ, അതായത് പുറമേയുള്ള അർത്ഥം വളരെ വ്യക്തമാണല്ലേ, മോശം കാര്യങ്ങൾ ചെയ്യരുത് എന്ന്. പക്ഷേ ഇതിന്റെ ബാത്വിനർത്ഥം, അതായത് ആന്തരികാർത്ഥം എന്താണെന്നറിയാമോ? ഈ സ്രോതസ്സുകൾ അനുസരിച്ച് ഇവിടെ പറയുന്ന നീചവൃത്തി, തിന്മ എന്നതൊക്കെ ചില വ്യക്തികളെക്കുറിച്ചുള്ള കോഡുകളാണ്. ആരെക്കുറിച്ചാണെന്നോ? പ്രവാചകന്റെ കുടുംബത്തിന്റെ ശത്രുക്കളായി അവർ കാണുന്ന ആദ്യത്തെ 3 ഖലീഫമാരെക്കുറിച്ച്. ഇതാണ് ബാത്വിൻ വ്യാഖ്യാനം. ഇത് ഈയൊരു വാക്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ വ്യാഖ്യാനമനുസരിച്ച് ഖുർആനിലെ പല വാക്കുകളും കോഡുകളാണ്. ഉദാഹരണത്തിന്, ഹലാൽ അഥവാ അനുവദനീയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇമാമുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഹറാം അഥവാ നിഷിദ്ധം എന്ന് പറഞ്ഞാൽ അനർഹരായ ഭരണാധികാരികളെയും. എന്തിന് പന്നി, വിഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് പ്രത്യേക ശത്രുക്കൾക്കുള്ള കോഡുകളാണ്. നമസ്കാരം, സക്കാത്ത്, ഹജ്ജ് എന്നതൊക്കെ പോലും യഥാർത്ഥത്തിൽ ഇമാമുകളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ്: ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ വായിക്കുന്ന പുസ്തകത്തിന്റെ താളുകളിലല്ല. അതിന്റെ യഥാർത്ഥ സന്ദേശം, അതിന്റെ ആത്മാവ് ഒരു കോഡ് രൂപത്തിൽ അതിനുള്ളിൽ ഭദ്രമാണ്. ആ കോഡ് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിവുള്ള ഇമാമുകളിലൂടെ ആ അറിവ് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഒരു വിശുദ്ധ ഗ്രന്ഥം, അതിന്റെ യഥാർത്ഥ അർത്ഥം തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു രഹസ്യ കോഡിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ ആ ഗ്രന്ഥത്തിന്റെ സന്ദേശം യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയുള്ളതാണ്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം നമ്മളിവിടെ നിർത്തുന്നു.